ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിർത്തിയത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലാണ് നിർത്തിയത് നമ്മൾ. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു എന്താണ്, ഒരു സ്കൂളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് നേരെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പാത്ത് ഇവിടെ എത്താൻ എത്രയാണ്? മൊത്തത്തിൽ 600 + 300 മീറ്റർ ഇവിടെ അല്ലേ? ഈ വളഞ്ഞു തിരിഞ്ഞ് പോയിട്ടുള്ള ഈ പാത്തില്ലേ, 300 മീറ്റർ, 900 മീറ്റർ ആയിപ്പോൾ ഇവിടെ എത്താൻ. എന്നത് ഈ 900 മീറ്റർ എന്നുള്ളത് നമുക്ക് കുറക്കാം. എങ്ങനെ? സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 480 മീറ്റർ ഉള്ളൂ. അപ്പൊ നമുക്ക് എവിടെ ഡിസ്റ്റൻസ് പറയാൻ പറ്റുക? ഈ വളഞ്ഞു തിരിഞ്ഞ് പോയ ഇതിലെ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് ഡിസ്റ്റൻസ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സ്ട്രൈറ്റ് ആയിട്ട് പോയാൽ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എ എന്നുള്ളൊരു പോയിന്റ് എഴുതും, ബി എന്നുള്ളൊരു പോയിന്റ്. എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോവാം, ബിയിലെത്തും. ഓക്കെ, നേരെ മറിച്ച് എന്ത് ചെയ്യാണ്? എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? സ്ട്രൈറ്റ് ആയിട്ട് പോവാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഇവിടെ ഒരാളിങ്ങനെ ഈ പാത്തിലൂടെ, എയിൽ നിന്ന് ഈ ഫസ്റ്റ് പാത്തിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവാണ്. ഇത് സെക്കൻഡ് പാത്ത്. ഓക്കെ, ഈ ഫസ്റ്റ് പാത്തിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ്, എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ഓർ എ ടു ബി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. എ ടു ബി ഫസ്റ്റ് പാത്തിൽ. സെക്കൻഡ് പാത്തിലും നമുക്ക് പറയാൻ കഴിയുന്നത് എ ടു ബി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്. അതിലും ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചെറിയ അകലം, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അകലം, അതിനെയാണ് എന്ത് പറയാ? നമ്മള് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പൊ എനിക്ക് ഈ രണ്ടാമത്തതിൽ എന്തും പറയാം? ഡിസ്റ്റൻസും പറയാം, ഇതും പറയാം, ഡിസ്പ്ലേസ്മെന്റും പറയാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും പറയാം. ഓക്കെ, ഒന്നാമത്തേതിൽ എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഡിസ്റ്റൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണോ? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണോ? സ്ട്രൈറ്റ് ലൈൻ എന്ന് കൂട്ടിയാൽ മതി ഡിസ്പ്ലേസ്മെന്റിന് കേട്ടോ. അപ്പൊ സ്ട്രൈറ്റ് ലൈൻ ആണോ എയും ബിയും? എയിൽ നിന്ന് ബിയിലേക്ക് അല്ല. അപ്പൊ അതിൽ ഡിസ്റ്റൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എയിൽ നിന്ന് ബിയിലേക്ക് രണ്ടാമത്തെ പാത്ത് സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പൊ അതിൽ എനിക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസും പറയാം, ഡിസ്പ്ലേസ്മെന്റും പറയാം. ഇതൊരു 900 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതൊരു 480 മീറ്റർ. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അളവ് ഏതാണ്? 480 അല്ലേ? അപ്പോ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള കുറഞ്ഞ അളവിന് എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ്. രണ്ട് പോയിന്റുകളിൽ കൂടിയ അകലമുണ്ടെങ്കിൽ, കൂടിയ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആയി വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഈ ഒന്നാമത്തേതിൽ ഡിസ്റ്റൻസ് എന്ന് പറയും. രണ്ടാമത്തേതിൽ എന്താണ്? ഈ 480 മീറ്റർ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ പാത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് എന്ന് പറയാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? ഇത് തന്നെയാണ്, രണ്ടാമത്തെ പാത്ത് തന്നെയാണ്. അപ്പൊ എന്ത് പറയാം? ഇത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ്. Displacement is the straight line distance from the initial position to final position. It has both magnitude and direction. Its unit is meter. Okay, അപ്പോൾ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഇനി
ഇവിടെ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതിനെന്താണ് ബോത്ത് മാഗ്നിറ്റ്യൂഡ്. ഇവിടെ നോക്കണം കേട്ടോ, ഇവിടെ വേറൊരു കാര്യം കൂടെ നോക്കണം. ഈ ഒന്നാമത്തതിലല്ലേ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെ കൂടെ എയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ബിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ എനിക്ക് എന്താണ് ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഈ ഭാഗത്ത് തന്നെ വരക്കണം കേട്ടോ. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലേ 4 അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോകുന്നു. അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? നോർത്തിലേക്കല്ലേ ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാലോ, കുറച്ച് കഴിഞ്ഞാലോ എന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവും? ഈസ്റ്റിലേക്കാവും. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാലോ സൗത്തിലേക്കാവും, ഇവിടെ എത്തിക്കഴിഞ്ഞാലോ നോർത്തിലേക്കാവും. അപ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പൊ നോർത്തിലേക്കുള്ളത് ഈസ്റ്റിലേക്കാവും, സൗത്തിലേക്കാവും. അപ്പൊ എന്റെ ഡയറക്ഷൻ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താ, ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ സമയത്തും പല ഡയറക്ഷൻ ആണെന്ത് ഈ പാത്തിലൂടെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടോ? ഡയറക്ഷൻ ഉണ്ടോ അവിടെ? എനിക്ക് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടാവും അവിടെ? ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. എനിക്കൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല, ഇവിടെ ഇല്ല. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 900 മീറ്ററിനെയാണ് എന്ത് പറയാ നമ്മള്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. 900 മീറ്ററിനെയാണ് എന്ത് പറയാ നമ്മള്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഈ 900 മീറ്ററിനെയാണ് എന്ത് പറയുന്നത് നമ്മള്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്ഷൻ ഉണ്ടോ? എനിക്ക് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നോക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റ് അളന്നോടത്ത് നമുക്ക് നോക്കാം ഉണ്ടോ, ഇത് രണ്ടും ഉണ്ടോ എന്ന് നോക്കാം. ഇവ രണ്ടും ഉണ്ടോ? ഉണ്ട് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഇതല്ലേ മാഗ്നിറ്റ്യൂഡ്. ഇതാണെന്ത് മാഗ്നിറ്റ്യൂഡ് എന്താണ്? 2 അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഇനി ഇവിടെ നോക്കാം, ഡയറക്ഷൻ നോക്കാം നമുക്ക്. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എ എന്ന പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് അല്ലേ. എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ, മാറുന്നുണ്ടോ? ഇല്ല, എപ്പോഴും തന്നെ. അപ്പൊ എനിക്ക് ഇവിടെ എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർക്കാണുള്ളത്? ഈ ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ടാവും? അപ്പോ ബോത്ത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഡിസ്റ്റൻസിന് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു എയിൽ നിന്ന് ബിയിലേക്ക് ഡിസ്റ്റൻസും ഇവിടെ അളക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്ത്, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഡയറക്ഷൻ ഉണ്ടല്ലോ ഡിസ്റ്റൻസിന്. അപ്പോ ഞാൻ പറയുന്നത് ഡിസ്റ്റൻസിന് എപ്പോഴും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷെ എപ്പോഴും ഡയറക്ഷൻ ഉണ്ടാവില്ല. ചില സമയത്ത് ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന് അങ്ങനെയല്ല. ഡിസ്പ്ലേസ്മെന്റിന് എപ്പോഴും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ സ്റ്റോൺ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് എന്താണ്? ഇവർ രണ്ടുപേരുടെയും യൂണിറ്റ് എന്താ? ഇവർ രണ്ടുപേരുടെയും യൂണിറ്റ് എന്താണ്? ഇവർ രണ്ടുപേരുടെയും യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ പറയുക കേട്ടോ. രണ്ടാളും എന്താണ്? മീറ്ററിലാണ് പറയുക. ഓക്കെ,
നമ്മൾ ഡിസ്റ്റൻസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. എ സ്റ്റോൺ ത്രോ വെർട്ടിക്കലി അപ്വാർഡ് ട്രാവൽസ് ടു എ ഹൈറ്റ് 6 meter. ഓക്കെ, ഒരു സ്റ്റോൺ എന്ത് ചെയ്യാണ്, നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു. മുകളിലേക്ക് ഒരു സ്റ്റോൺ എറിഞ്ഞു. എത്ര മീറ്റർ ആണ് അത് എത്തിയത്? എവിടെ നിന്നാണ് എത്തിയത്? ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോണ് മുകളിലേക്ക് എന്ത് ചെയ്തു, എറിഞ്ഞു. എത്ര മീറ്റർ എത്തി? എത്ര മീറ്റർ ആണ് ഇത്? ഗ്രൗണ്ടിൽ നിന്ന്, ഇത് ഗ്രൗണ്ടാണ് കേട്ടോ. ഈ കാപ്പി കളർ കാണുന്നത് എന്താണ്? നമ്മുടെ ഗ്രൗണ്ടാണ്. അല്ലേ, ഒരാൾ എറിഞ്ഞ ഇത് കല്ല്, സ്റ്റോൺ ആണെന്ത്, സ്റ്റോൺ. എത്ര മീറ്റർ ആണ് എത്തിയത്? മുകളിൽ എത്തുമ്പോൾ എത്ര മീറ്റർ ആയിരുന്നു? അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ടാണ് കേട്ടോ. ഗ്രൗണ്ടിൽ നിന്ന് എത്ര മീറ്റർ ആണ് എത്തിയത്? 6 മീറ്റർ ആണ് ഗ്രൗണ്ടും ആ സ്റ്റോണ് ടോപ്പിലാണ് എത്തിയത് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഓക്കെ, 6 meter ആൻഡ് ഫോൾസ് ബാക്ക് ടു ദ ഹാൻഡ് ഓൺ ദിസ്. എന്ത് ചെയ്തു? മുകളിലെത്തിയിട്ട് എന്ത് ചെയ്തു? സ്റ്റോൺ മുകളിൽ റീച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ പോകുന്നു താഴത്തേക്ക്. സെയിം വേല തന്നെ തിരിച്ചു പോകുന്നു. ഓക്കെ, 6 meter മുകളിലേക്ക് പോയി, സ്റ്റോൺ ഇവിടെ എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അതേ പാത്തിൽ തന്നെ എന്ത് ചെയ്യാം, സ്റ്റോൺ കല്ല് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് നേരെ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേ പാത്തിൽ തന്നെയല്ലേ തിരിച്ചു പോരുക. ഓക്കെ, മുകളിലേക്ക് ഒരു കല്ല് എറിഞ്ഞു, ഇവിടെ എത്തി. ഓക്കെ, മുകളിലേക്ക് ഒരു കല്ല് നിങ്ങൾ എറിഞ്ഞു, ഇവിടെ എത്തി വിചാരിക്കാം. ഞാൻ കല്ല് താഴത്തേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെ പോരുക, ഈ ഒരു പാത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുക, തിരിച്ചു പോരുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് മുകളിലേക്ക് എറിഞ്ഞ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് താഴത്തേക്ക് വന്ന ഡയറക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരേ പാത്തിലായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ മേലേക്ക് എറിഞ്ഞു 6 meter and falls back to the hand on the basis of the above statement. Complete the table. ചോദിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, സിറ്റുവേഷൻ ഒന്നാമത്തെ. when the stone reaches at the top most, എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്റ്റോൺ? എത്രയാണ്? അവിടെ നിങ്ങൾ എഴുതണം എന്ത്, ഇവിടെ എത്രയാണ് വരിക? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ എത്ര വരിക? ഓക്കെ, എത്രയാണ് വരിക? ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്ത് നമുക്ക് പറയാം എത്രയാന്നുള്ളത്. ഇവിടെ എത്രയാണ്? മുകളിലേക്കല്ല എത്തിയത്, ഇവിടെ മുകളിലെത്തിയല്ലോ അല്ലേ. മുകളിലെത്തിയത് കൊണ്ട് നമുക്ക് എത്ര പറയാം? ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ നിന്ന് നേരിട്ടിട്ടാണ് എന്ത് ചെയ്തത്? ഓക്കെ,
ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, നേരെ മുകളിലേക്ക് എറിഞ്ഞു. ഇവിടെ എത്തിയില്ലേ. അപ്പൊ എത്ര മീറ്റർ ആണ്? 6 മീറ്റർ ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ എത്ര എഴുതണ്ട്? 6 മീറ്റർ. അതിന് സ്പെസിഫിക് ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ലേ മുകളിലേക്ക് പോകുമ്പോൾ? ഡിസ്റ്റൻസിന് ആദ്യം എഴുതുക, 6 മീറ്റർ ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റോൺ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ ആരും നോക്കണം, മാഗ്നിറ്റ്യൂഡ് നോക്കണം, ഡയറക്ഷനും നോക്കണം. തൽക്കാലം നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. നേരെ മുകളിലെത്തിയില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എ എന്നുള്ള പോയിന്റ് കൊടുത്തു, ഇവിടെ ബി എന്നുള്ള പോയിന്റും കൊടുത്തു. അപ്പോൾ ഞാൻ എറിഞ്ഞ സ്ഥലത്ത് ഏതാണ്? എറിഞ്ഞ എവിടെ നിന്നാണ്? എയിൽ നിന്നാണ്. എവിടെ എത്തിയത്? സ്റ്റോൺ ബിയിലേക്കാണ്. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സ്റ്റോൺ എത്രയാണ്? 6 മീറ്റർ. ഇനി എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇത്? വേറെ ഏതെങ്കിലും ഡിസ്റ്റൻസിന്റെ പാത്തുണ്ടോ? എറിഞ്ഞതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്തുവാണെന്നായിരിക്കും? 6 മീറ്റർ എന്നായിരിക്കും. ഇനി when the stone falls back in the hand, അപ്പൊ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സ്റ്റോൺ എന്ത് ചെയ്തു? തിരിച്ചെന്ത് ചെയ്തു? ഗ്രൗണ്ടിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇവിടെയും 6 മീറ്റർ ഉണ്ടാവില്ലേ? ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? 6 മീറ്റർ ഉണ്ടാവും. അപ്പൊ എത്രയായി? 12 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെന്റിൽ നോക്കേണ്ടത്, നമ്മൾ എറിഞ്ഞ സ്ഥലത്തും അതുപോലെ അത് ഫൈനലായിട്ട് എത്തിയ സ്ഥലവും, നമ്മൾ കല്ല് മുകളിലേക്ക് എറിഞ്ഞില്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ പോയിട്ട് മാക്സിമം ഹൈറ്റിലെത്തി, എന്നിട്ട് താഴേക്ക് തന്നെ തിരിച്ചു വന്നു. മീൻസ് ഇവിടെ മാക്സിമം എന്ത് ചെയ്തു? കല്ല് എന്ത് ചെയ്തു? മുകളിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? എയിലേക്ക് തന്നെ എന്ത് വന്നു? എയിലേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ? എയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? കല്ല് തിരിച്ചു വന്നു അല്ലേ. എയിൽ നിന്ന് എറിഞ്ഞു. ഇവിടെ ചോദിക്കുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇവിടെ എത്തി ബിയിലെത്തി, എന്നിട്ട് നേരെ എയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? എത്രയായിരിക്കും? ഇവിടെ 0 മീറ്റർ ആണ്. കാരണം എന്താ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? സെയിം അല്ലേ. എയിൽ നിന്ന് ഞാൻ കല്ലെറിഞ്ഞു, എയിൽ നിന്ന് തന്നെ തിരിച്ചെത്തി. അപ്പൊ എന്താണ്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? 0 ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? 0 ആണ്. ഇനി വേറൊരു കേസും കൂടെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസും കൂടെ പറഞ്ഞുതരാം. എയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു, ബിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് 1 കിലോമീറ്റർ സഞ്ചരിച്ചു, 1 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഞാൻ 1 കിലോമീറ്റർ പോയി എയിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് 1 കിലോമീറ്റർ എന്ത് ചെയ്തു? ഞാൻ ട്രാവൽ ചെയ്തു എയിൽ നിന്ന് ബിയിലേക്ക്. തിരിച്ച് ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. തിരിച്ച് ബിയിൽ നിന്ന് എന്ത് ചെയ്തു? എയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പൊ എന്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അപ്പൊ നമുക്ക് പറയാം എന്ത്? രണ്ടും 1 കിലോമീറ്റർ ആണ്. ഇനി ഞാൻ പറയാണ് എയിൽ നിന്ന് ബിയിലെത്തി, എന്നിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 കിലോമീറ്റർ ആയിരിക്കും. കാരണം എന്താ? എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് തിരിച്ച് എയിലെത്തി. അത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും എന്തില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? 0. കാരണം എന്താ? പോയ സ്ഥലത്ത് തന്നെയാണ് എന്ത് ചെയ്ത്? തിരിച്ചെത്തിയത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്നല്ലേ? അവർ തമ്മിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? 0 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയിരിക്കട്ടോ. ഇനി അടുത്തതാണ് സ്കേലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
ഡിസ്റ്റൻസ് ഒരു സ്കാലാർ ആണ്. ഡിസ്റ്റൻസ് ആരാണ്? ഡിസ്റ്റൻസിനെ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ആരാണ്? ഡിസ്റ്റൻസ് ഒരു സ്കാലാർ ആണ്. ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് ആരാണ്? വെക്ടറാണ്. ഇനി സ്കാലാറും വെക്ടർ എന്താണെന്ന് അറിയണ്ടേ? സ്കാലാർ എന്താണ്, വെക്ടർ എന്താണെന്നുള്ളത് അറിയണ്ടേ? അപ്പൊ നമുക്ക് സ്കാലാർ നോക്കാം. സ്കാലാർ എന്താണെന്നുള്ളത് നോക്കാം. സ്കാലാർ എന്താണ്? സ്കാലാറിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വെക്ടറിന് ആരാ ഉണ്ടാവുക? വെക്ടറിന് ആരൊക്കെ ഉണ്ടാവും? it has both magnitude and direction. വെക്ടറിന് ആരുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസിന് എന്തുണ്ട്? ഡിസ്റ്റൻസിന് എന്തൊക്കെയുണ്ട്? ഡിസ്റ്റൻസിന് നമ്മൾ നേരത്തെ പഠിച്ചത് ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. ഇവിടെ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് നമുക്ക് പറയാം. ഡിസ്റ്റൻസിന് നമ്മളെന്ന് പറഞ്ഞില്ലേ, ഡിസ്റ്റൻസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ നേരത്തെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്കാലാർ അല്ലേ, അതിന് ഡയറക്ഷൻ ഉണ്ടോ? ഡിസ്റ്റൻസിന് എന്താണ്? ഡിസ്റ്റൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞു 900 മീറ്റർ എന്ന് പറഞ്ഞു. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ ഉള്ളൂ, അതിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ഇനി ഇവിടെ നോക്കുക, എയും ബിയും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെയുള്ളത്? ഡിസ്പ്ലേസ്മെന്റിന് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 480 മീറ്റർ. ഈ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പൊ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ 1 കിലോഗ്രാം കടയിൽ പോയിട്ട് 1 കിലോഗ്രാം എന്താണ് ടൊമാറ്റോ വാങ്ങണം. അപ്പൊ അതെന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? എത്രയാണ്? 1 കിലോഗ്രാം ആണ് അവിടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഒരു ട്രാവൽ ചെയ്യാണ്, എയിൽ നിന്ന് ബിയിലേക്ക്, അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്യാണ്. ഞാൻ എത്ര ട്രാവൽ ചെയ്തു എന്ന് പറയാം? ഞാനൊരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറയാം. അപ്പൊ ഞാൻ അവിടെ ചോദിക്കണം മാഗ്നിറ്റ്യൂഡ് എത്രയാണുള്ളത്. അത്രയാണ് 400 അല്ലെങ്കിൽ 100. ഞാൻ എത്രയാണോ ട്രാവൽ ചെയ്തത്, 100 കിലോമീറ്റർ ആണെങ്കിൽ 100 കിലോമീറ്റർ എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ്, ഇനി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതുകൊണ്ടാണ് സ്കാലാർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. സ്കാലാറിന്റെ എക്സാമ്പിൾ ആണെന്ത് ഈ പറഞ്ഞത്. ഓക്കെ, കിലോഗ്രാം എന്താണ്? മാഗ്നിറ്റ്യൂഡിലാണ് പറയാ. കിലോഗ്രാമിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. ഇനി മീറ്ററിന് ഡയറക്ഷൻ ഉണ്ടോ? മീറ്ററിന് നമ്മൾ ഡയറക്ഷനിലാ പറയാ? അല്ല. ഓക്കെ, പിന്നെ നമ്മൾ കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ ഇല്ല. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സ്കാലാറിന് എന്നുള്ളൂ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. 480 എന്താണ്? ഒരു മാഗ്നിറ്റ്യൂഡാണ്. 900 എന്താണ്? ഒരു മാഗ്നിറ്റ്യൂഡാണ്. ഇനി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരു ക്വാണ്ടിറ്റിക്ക്
എന്താണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തുണ്ട്? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇല്ലേ? അപ്പോൾ എന്ത് പറയാം? അത് വെക്ടർ ആണെന്ന് പറയാം. ഓക്കെ, തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയേക്കാം. അപ്പോൾ പറയുന്നത് while stating the displacement, it is necessary to indicate direction along with the magnitude, distance traveled. Okay, such physical quantities having both magnitude and direction are referred to as vector quantities. മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷൻ ഉള്ള ആൾക്കാരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. അതുപോലെ ഇനി മാഗ്നിറ്റ്യൂഡ്, the physical quantities of which direction is not to be indicated are scalar quantities. അപ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ആളാണെന്ത്? വെക്ടർ. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആളാണ് ആര്? സ്കാലാർ. അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, and displacement is the say vector quantity. Is distance is a vector or scalar quantity? Distance എന്താണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ എന്ത് എഴുതാം? നിങ്ങൾ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫോർമേഷൻ യു ഹാവ് ഗാതേർഡ് ഒബ്സർവ് ദ ഫിഗർ. ഇതെന്ത് ചെയ്യുക? ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസ്റ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ ട്രാവൽ, ഡിസ്റ്റൻസും കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. വൈൽ റീച്ചിങ് ബി, ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എയിൽ നിന്ന് on the basis of the information you gathered observe 9.4 and complete the table 9.3. A person started his journey from A and goes to D. എയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഡിയിലേക്ക് പോവാണ് ഒരു പേഴ്സൺ. ത്രൂ ബി ആൻഡ് സി, goes to D through B and C. ബിയിലൂടെയും സിയിലൂടെയും ഡിയിലേക്ക് പോവാണ്. ഓക്കെ, and comes back to A. and അപ്പോൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പോയിട്ട് എയിൽ നിന്ന് ഇങ്ങനെ പോകും, എന്നിട്ട് ബിയിലെത്തും, ബിയിൽ നിന്ന് നേരെ സിയിലേക്ക്, സിയിൽ നിന്ന് നേരെ ഡിയിലേക്ക്, എന്നിട്ട് എന്ത് ചെയ്യാണ്? നേരെ എയിലേക്ക് തന്നെ എത്തുകയാണ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, while reaching B ആണെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് എത്രയാണ്? 60 മീറ്റർ അല്ല? ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ അല്ലേ? 60 അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 60 മീറ്റർ ആണ്. വൈൽ റീച്ചിങ് സി എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാവും? ഡിസ്റ്റൻസ് 60ഉം 60ഉം 120 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് നോക്കണം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എയും സിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പൊ എന്താണ്? 80 മീറ്റർ ആവും. 80 മീറ്റർ. വൈൽ റീച്ചിങ് ഡി എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് 60, ബിയിൽ നിന്ന് സിയിലേക്ക് 60, അപ്പൊ 120, സിയിൽ നിന്ന് ഡിയിലേക്ക് 30, അപ്പൊ 150 ആവും. 150 ആവും അല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് പോകും, ബിയിൽ നിന്ന് സിയിലേക്ക് പോകും, സിയിൽ നിന്ന് ഡിയിലേക്ക് പോകും, ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താ വരിക? എയിൽ നിന്ന് എവിടേക്കാണ്? ഡിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 100 അല്ലേ? എന്താ പറയാ? 100 മീറ്റർ. ഇനി നോക്കുക, വൈൽ റിട്ടേണിങ് ടു എയിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ബിയിലെത്തി, സിയിലെത്തി, സിയിൽ നിന്ന് നേരെ ഡിയിലെത്തി, ഡിയിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? എയിലെത്തി. ഇങ്ങനെയാണെങ്കിൽ
ഈ 150ന്റെ കൂടെ 100 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 ആയി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. കാരണം എന്താ? ഇവിടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, അതുകൊണ്ട് 0 ആണ്. ഓക്കെ, ഇത് എഴുതിയെടുക്കട്ടോ. വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ ചെയ്ത പോലെ എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ഇതെന്ത് ചെയ്യുക കേട്ടോ, ഇതെന്ത് ചെയ്യുക? നിങ്ങൾ അടുത്തതിന് ചെയ്ത് കൊണ്ടുവരണം. അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കൊണ്ട് വരണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? സ്പീഡ് ആൻഡ് വെലോസിറ്റി എടുക്കാം. ഓക്കെ, let's observe the two figures showing let's observe the two figures showing a journey of person from A to C through B. എയിൽ നിന്ന് സിയിലേക്ക് പോവാണ് ത്രൂ ബിയിലൂടെ. ഓക്കെ, while reaching C from A through B, a person A to C and B. Okay, while reaching C, okay, from A through B, എന്താണ്? from A through B അല്ലേ? what is the total distance traveled according to the figure? ഓക്കെ, എത്രയാണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് എത്രയാണ്? 60. ബിയിൽ നിന്ന് സിയിലേക്ക് എത്രയാണ്? 60. അപ്പൊ എത്രയായി? ഇവിടെ എത്രയായി? ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ 100 ആയി. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്താവും? എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ എത്രയാണ്? 80 മീറ്റർ. ആൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ദ ഫിഗർ? എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എയിൽ നിന്ന് ടു സി ത്രൂ ബി ആണ്. എയിൽ നിന്ന് സിയിലേക്കും സി. അപ്പൊ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്? എത്രയാണ്? 100 തന്നെയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അക്കോർഡിംഗ് ടു ദ ഫിഗർ? ഫിഗർ നമ്പർ ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ? എവിടുന്നാണ്? വൈൽ റീച്ചിങ് സി ഫ്രം എ ത്രൂ ബി. എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് നേരെ സിയിലെത്തി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് 100 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 80 മീറ്റർ. കാരണം എന്താ? എയും സിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതല്ലേ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ടു ദ അക്കോർഡിംഗ് ടു ദ ഫിഗർ 9.5 ബി? നോക്ക്, ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? ഇവിടെ എത്രയാണ്? 100 മീറ്റർ ആണ് രണ്ടാമത്തത്. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? സോറി, ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? 100 മീറ്റർ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റും എന്താണ്? 100 മീറ്റർ തന്നെയാണ്. കാരണം എന്താ? സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ടാണ് 100 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഇവിടെ 100 കിട്ടി, ഡിസ്പ്ലേസ്മെന്റും 100 കിട്ടി. ഓക്കെ, ഡിസ്റ്റൻസും കിട്ടി, ഡിസ്പ്ലേസ്മെന്റും കിട്ടി. അപ്പൊ when a body travel along a straight line in the same direction, the magnitude of its distance and displacement will be equal. ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ സ്ട്രൈറ്റ് ലൈൻ അല്ലേ, ഇവിടെ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. ഇവിടെ നമുക്ക് എന്ത് പറയാം? സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ അതിൽ ഡിസ്റ്റൻസും പറയാം, ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല ഡിസ്റ്റൻസും കൂടെ എന്ത് പറയാം? നമുക്ക് ഇവിടെ പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് 100 കിട്ടിയത്, ഡിസ്പ്ലേസ്മെന്റും ഇവിടെ 100 കിട്ടിയത്. ഓക്കെ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ എന്ത് ചെയ്യുക? രണ്ടാമത്തെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ, എന്താണ് ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലായി, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സ്കാലാർ എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്.
വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ്? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്നും കൂടെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.